ഹായ് ഇന്ന് സാരി കൊടുത്തോ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ അതുണ്ട്. ഇങ്ങനത്തെ സമയങ്ങളിലാണ് എൻ്റെ ഉള്ളിലെ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ ഉണരുന്നത്. ടർക്കി നമ്മൾ ഒരു ഷോപ്പിംഗ് ഇല്ല. ടർക്കി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ടർക്കി കോഴി കൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. ഞാൻ എടുത്തിട്ട് ഒരാൾ പോവാം, നമുക്ക് പോവാം, അത് പോവാം. ഇല്ല, ഞാൻ നിയമം തെറ്റിക്കൂല. ചന്ദനമൊക്കെ ഇട്ട് കുലസ്ത്രീ ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് വെറൊരു ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ഇതൊരു വെരി 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 ഗുഡ് മോർണിംഗ് ആണ്. കാരണം ഇത് സമയം 4 മണി 4:11. അപ്പം എന്തായിട്ട് രാവിലെ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിന്ന് ഷൂട്ട് ഉണ്ടെന്നൊക്കെ. ഇല്ല, ഞാൻ ഇന്ന് ഫ്രീ ആയൊരു ദിവസമാണ് ഇന്ന്. അതെന്താണെന്നറിയില്ല, എനിക്ക് ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ഒരു 11:30-12 മണിയൊക്കെ ആയി. കിടക്കുമ്പോൾ മുതൽ എനിക്ക് രാവിലെ ഇങ്ങനെ വൈക്കത്തമ്പലത്തിൽ പോകണം എന്ന് എൻ്റെ മനസ്സിങ്ങനെ തോന്നുകയാണ്. പിന്നെ നന്ദുചേട്ടൻ ഇന്നലെ ഉച്ചയ്ക്ക് അതൊരു രസമാണ്. എമർജൻസി ആയിട്ട് ചെന്നൈ പോകേണ്ടി വന്നു. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിട്ട് എടുത്തത് 2:50 ഇൻഡിഗോയ്ക്കാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ 12:30 ആയപ്പോൾ ചേർത്തല നിൽക്കുകയാണ്. തിരിച്ച് ഫ്ലാറ്റിലെത്തുമ്പോൾ ഞങ്ങൾ 1:30 ആവും. ആ 1:30 ഇനി എങ്ങനെ പോയാലും നന്ദുചേട്ടൻ ആ ഫ്ലൈറ്റ് കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുക, നന്ദുചേട്ടൻ ഭയങ്കര ശിവഭക്തനുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, ഈശ്വര ഫ്ലൈറ്റ് കിട്ടൂലല്ലോ. പിന്നെ ഫ്ലൈറ്റില്ല, പിന്നെ ഉള്ളത് 11:30 പിന്നുള്ളത് ചെന്നൈ ഫ്ലൈറ്റ്. അപ്പോൾ പോണ കാര്യം നടക്കില്ല. അപ്പം എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടൊക്കെ നന്ദുചേട്ടനില്ല, ഭഗവാൻ നടത്തിത്തരും എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഒന്ന് ആലോചിക്കണേ. ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേ. വീട്ടിൽ എത്തിയിട്ട് കുളിച്ച് ലഗേജും പാക്ക് ചെയ്തിട്ട് പോയിട്ടാണ്. അപ്പോഴത്തേക്ക് ബോർഡിങ് പോലും തുടങ്ങിയിട്ടില്ല. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 3/4 മണിക്കൂർ മുന്നെങ്കിലും കയറിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈക്കത്ത് പോകണം. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, നന്ദുചേട്ടൻ ഇന്ന് തിരിച്ചെത്തും 12:30. പിന്നെ നാളെ ഞങ്ങൾ ടർക്കി പോവാണ്. അപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേണ്ട. ഞാൻ അലാം പോലും വച്ചില്ല. പക്ഷെ രാവിലെ ഞാനിങ്ങനെ എണീറ്റു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, നന്ദുവിന് 7 മണിക്ക് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ്. പക്ഷേ 7 മണിക്ക് കയറിയാൽ ലേ ഓവർ ബാംഗ്ലൂർ കഴിഞ്ഞ് 12 മണിക്ക് എത്തത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നന്ദുചേട്ടൻ ഫ്ലൈറ്റ് കയറുമ്പോൾ വിളിക്കും, വീണ്ടും ഞാൻ എണീക്കും. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ വൈക്കത്ത് വായോ. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. 4 മണിക്കകത്ത കൊച്ചിയാണ് കേട്ടോ. നോക്കൂ, ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമാണ് എണീറ്റത്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കോടയുണ്ട്. പക്ഷെ ഇന്ന് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ, ഇന്ന് അത്രയില്ല. പിന്നെ മെട്രോൻ്റെ പണി നടക്കണതിൻ്റെ ഒച്ച എനിക്ക് കേട്ടുകൊണ്ടിരിക്കാം. ഈ മെട്രോൻ്റെ പണി തുടങ്ങിയ പിന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നന്ദുവിന് ഡസ്റ്റ് അലർജിയും കൂടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ പൊടി ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻസ് ഒന്നുമില്ല. നന്ദുവിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. അപ്പോൾ ഒരു 10 വട്ടം തുമ്മും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ ഡസ്റ്റ് ഉണ്ട്. അപ്പം ഇനിയൊരു ചായ കുടിക്കണം. ഇപ്പം ചെറുതായിട്ട് ആദ്യം എണീറ്റ് ഉടനെ കുറച്ച് വെള്ളം കൊടുത്ത് ശീലിക്കുകയാണ്. കാരണം എനിക്ക് ജനുവരിയിൽ എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ 1 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യണം. ഫ്ലിക്കർ അടിച്ചോ? അതുകൊണ്ട് മെല്ലെ കുറച്ച് വെള്ളം കുടിച്ച് ശീലിക്കുകയാണ്. എന്നിട്ടൊരു ചായ കുടിക്കണം. അപ്പോൾ ഞാൻ സെറ്റാവും, എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇത് നോക്കൂ, ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ ഭർത്താവിൻ്റെ നിക്കറിട്ട് നടക്കുന്നത് ഞാൻ. എന്നെ ഓട്ടിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ വെറുതെ വെച്ചിട്ട് പോയാൽ നിൽക്കുക, അതൊരു സുഖം കേട്ടോ. ഭയങ്കര ലൂസായിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ചായ ഇട്ടു. ചായ കുടിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ തിളക്കുന്ന സമയത്ത് എൻ്റെ സാരി സെലക്ട് ചെയ്തു. ഈ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഇന്ന് സാരി ഉടുക്കാനൊരു മൂഡ് വന്നു.
അപ്പോഴത്തേക്കും നന്ദു എണീക്കുമായിരിക്കും. എണീറ്റ ഉടനെ വിളിക്കും. എന്തായാലും 5 മണിക്ക് എണീറ്റാലേ അവൻ്റെ കാര്യം നടക്കുള്ളൂ. കാരണം 7 മണിക്കാണെങ്കിൽ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് 6 മണിക്കെങ്കിലും കയറണം. അപ്പം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും 12 മണിക്കാണ് ഇവിടെ ലാൻഡിങ്. എനിക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ പോയി പിക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ വരാം. ഓക്കെ, നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എൻ്റെ ഒരു സാരി യുദ്ധമാണ് ഗൈസ്. എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ. കാരണം എപ്പോഴും നമ്മൾ പ്രോഗ്രാംസിന് ആരെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ. ഉടുക്കും. പണ്ട് കോളേജിൽ ഹോസ്റ്റലിൽ ഓണത്തിന് 10, 12, 20 പേർക്ക് ഞാൻ രാവിലെ 5 മണിക്ക് വേണ്ടിയിട്ട് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉടുപ്പിച്ച് കൊടുക്കാൻ വളരെ നന്നായിട്ട് അറിയാം, പക്ഷെ ഉടുക്കാൻ അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കഴിവേറിയവർ ഉണ്ടോ? എനിക്കും അറിയാൻ പാടില്ല ഈശ്വര. പിന്നെ വൈക്കത്തപ്പനെ കാണാൻ പോകുമ്പോൾ നന്നായിട്ട് പോകണ്ടേ, ഇല്ലെങ്കിൽ വിചാരിക്കില്ലേ ഇതെന്ത് പറ്റി എൻ്റെ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് വന്നാണല്ലോ എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വേണം പോകാൻ. ബൈ ദിസ് പ്ലേറ്റ്. അതൊരു കഷ്ടമാണിത്. ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. മറ്റേ മെറ്റീരിയലൊക്കെ ആയിരുന്നെങ്കിൽ ഈ അന്തസത്തിന് ഇപ്പം എന്ത് ചെയ്യും? സുഖമില്ല, ഞാനായിട്ട് ഉടുക്കണല്ലേ. പിന്നെ ഭഗവാന് മനസ്സിലാവും, അയ്യോ ഇന്ന് സാരി ഉടുക്കാൻ പറ്റിയില്ല, എന്നാലും എൻ്റെ കുട്ടി സാരി കൊടുത്തന്നെ കാണാമെന്നല്ലോ എന്ന് ഭഗവാന് തോന്നും. അത് കഴിഞ്ഞ് നന്ദിച്ചേട്ടനെ കാണാൻ പോകണം. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അതിലും ഒരു ഹായ് ഇന്ന് സാരി കൊടുത്തോ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതുണ്ട്. അപ്പം ഇനിയൊരു പൊട്ടിട്ടു. ഇനി ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടണം, മുടിയൊക്കെ വീഴുന്നു. ഇതൊക്കെ ഇങ്ങനെ പോട്ടെ. ഓക്കെ, എന്നിട്ട് ഞാനൊരു ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ റെഡി ആയിരിക്കണം. എന്തും കാണാനുള്ളൊരു മനഃശക്തി നിങ്ങൾക്ക് വേണം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ സാരി ഞാൻ മുമ്പ് ഉടുത്തിട്ടുണ്ട്. ഇതേപോലൊരു അമ്പലത്തിൽ പോകുമ്പോൾ ചോറ്റാനിക്കര പോയപ്പോൾ ഉടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ, നൈസായിട്ട് ഞാൻ സാരി ഉടുത്തിട്ടല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോവാം. ഇവിടെ നിന്ന് 1 മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്, നിങ്ങളും ഉണ്ടാവണം. നമുക്ക് തൊഴാൻ പോവാം. അതെ, ഓൾ സെറ്റ്. ഒരു കുപ്പി വെള്ളം എടുത്തു. പിന്നെ ഈ ബാഗ് എവിടെ പോയാലും എൻ്റെ കയ്യിലുണ്ടാവും. വണ്ടിയുടെ കീ എടുത്തു. വേറെ ഒന്നുമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ലോങ് ഡ്രൈവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ഡ്രൈവ് അല്ല. 10 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യണം, ഞങ്ങൾക്കിതൊരു ലോങ് ഡ്രൈവ് അല്ല. പക്ഷേ 1.5 മണിക്കൂർ ഒരു ലോങ് ഡ്രൈവാണ് അല്ലേ? അതെ. അപ്പം എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് പോകുന്നത്. നമ്മൾ എൻ്റെ വണ്ടിയിലാട്ടോ പോകുന്നത്. ഭയങ്കര പൊടിയൊക്കെ പിടിച്ചെടുക്കുകയാണ്. മറ്റേ വണ്ടി ട്രാൻഡ്രത്ത് കിടക്കാം. അപ്പം ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അതെ, വണ്ടി ഓണായി. അപ്പോൾ വണ്ടി ഓണായി. ഈ വണ്ടി എടുക്കാറില്ല, 45 കിലോമീറ്ററേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്രോൾ അടിക്കണം. പിന്നെ വണ്ടിയിൽ ടയറിൽ കാറ്റ് കുറവാണ്, അതടിക്കണം. ഇവിടെ നിന്ന് നമുക്ക് 49 മിനിറ്റ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട്, പോരാത്തതിന് ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് നമുക്ക് ട്രാഫിക് ഇല്ല. അപ്പം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് ട്രാഫിക് ഇല്ല, നമുക്ക് 49 മിനിറ്റേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് രാവിലെ പോയി തൊഴണമെന്ന്. എപ്പോഴും പറ്റാറില്ല. നന്ദുചേട്ടൻ ഇന്നും ഡിലേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ പോയി തൊഴാൻ പറ്റും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:54 നമുക്ക് നന്ദുചേട്ടനെ വിളിച്ചെണീപ്പിക്കാം. 5:55 വിളിച്ചിട്ട് എണീറ്റാ ഇറങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് എത്തും. 7:50 എൻ്റെ അടുത്ത് പറയണ്ടേ. എൻ്റെ അടുത്ത് 7 മണി നന്ദുചേട്ടൻ പറഞ്ഞ ഫ്ലൈറ്റ് ടൈം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, വിളിക്കേ. ഓക്കെ, ശരി.
ചേട്ടൻ അറിയത്തില്ല ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ അടുത്ത് എപ്പോഴും കുറച്ചുകൂടെ വർക്ക് ഹാർഡ്, എന്താണ് ചാനലൊന്നും നോക്കാത്തതിനെന്നും പരാതി പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇവിടെ എയർ അടിക്കൂലേ എന്ന് വെച്ചപ്പോൾ അവർ ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ പെട്രോൾ അടിച്ചു. എന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ നൈട്രജൻ ആണെന്ന് പറഞ്ഞു. അയ്യോ നൈട്രജൻ ഇല്ലയെന്ന്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഒരു ഫ്രീ നൈട്രജൻ എന്ന് പറഞ്ഞ് വേറൊരു പമ്പിൽ കയറിയേക്കും. ഇത്രത്തോളം ചടപ്പ്, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു ചടപ്പ് അത്രയും ഇല്ല കേട്ടോ. ഒരു മിനിറ്റ്, ആണ് ഡോർ നോക്കണോ? $29 നല്ല കുറവായിരുന്നു കേട്ടോ, ഭയങ്കര നല്ല കുറവായിരുന്നു. ഒരു ചേച്ചിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. ഇത് പാവം ചേച്ചി, നല്ല രസമാണ്. ഇങ്ങനത്തെ സമയങ്ങളിലാണ് എൻ്റെ ഉള്ളിലെ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ ഉണരുന്നത്. ഞാൻ ആക്ച്വലി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് പോകണം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ 9 മിനിറ്റേ ഉള്ളൂ, 9 അല്ല കേട്ടോ, 8 മിനിറ്റേ ഉള്ളൂ നമ്മൾ വൈക്കത്ത് അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട്. എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നന്ദുചേട്ടൻ വിളിച്ച് പിന്നെ ഞങ്ങൾ അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു പോയി. കാരണം അവൻ എയർപോർട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്, എല്ലാം ചെക്കിനൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കണ സമയത്താണ്. അപ്പം ഞങ്ങളങ്ങ് വർത്താനം പറഞ്ഞ് രണ്ടുപേരും ഇരുന്നു പോയി. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ പാട്ട് വെച്ചത്. ഇനിയിപ്പോൾ 8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അമ്പലത്തിൽ പോകാട്ടോ. അതെ, 3 മിനിറ്റ് നമ്മളിതേ എത്തിയിട്ടാ. നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. എൻട്രൻസ് കയറാൻ പോവാണ്. ആണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് ഇനി ഒരു 2 മിനിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെത്തും. ഇവിടെ സ്വാമിയാരൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് ഒറ്റയ്ക്ക് വന്നു, പക്ഷെ ഇവിടെ എനിക്ക് ഒരുപാട് പേരെ കിട്ടി. സ്വാമി ശരണം. അയ്യേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ സെൽഫി എടുത്ത് നിങ്ങൾ മലയ്ക്ക് പോണു. അപ്പോൾ ഇതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര അല്ല, ഒന്നാമത് ഇതുവാണല്ലോ, മണ്ഡലാലമാണല്ലോ. ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചു. ഭയങ്കര രസമായിരുന്നു. രാവിലെ ആ ഒരു വൈബും അതായിരുന്നു, ഭയങ്കര നല്ലൊരു വൈബായിരുന്നു. പിന്നെ എന്നും വൈക്കത്ത് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലോട്ടറി എടുക്കും. എന്നും കൊടുക്കും, അത് അടിക്കാൻ വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ നടയിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലോട്ടറിക്കാരൊക്കെ ഉണ്ട്. കുറേ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അപ്പം മാറി മാറി എടുക്കും. ഒരു ചേട്ടനുണ്ട് എൻ്റെ സ്ഥിരം, ഇപ്പോഴത്തൊരു ചേച്ചിയുണ്ട്. അങ്ങനെ ഇന്ന് ചേച്ചിയുടെ അടുത്ത് നിന്നാണ് എടുത്തത്. ഭയങ്കര രസമായിരുന്നു അമ്പലം കാണാനായിരുന്നു. ഭയങ്കര നല്ല വൈബായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യനൊക്കെ ഇങ്ങനെ ഉദിക്കുമ്പോൾ സ്വാമി വരൊക്കെ കുറേ സൂര്യൻ ഇങ്ങനെ അമ്പലത്തിൻ്റെ മുകളിൽ ആ വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട്, കിട്ടുമെന്ന് അറിയില്ല. കറക്റ്റ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്, ഞാൻ ഇറങ്ങുമ്പോൾ എടുക്കാം. അപ്പം ഇനി നേരെ നമ്മൾ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് അപ്പോഴത്തേക്കും നന്ദുചേട്ടൻ ഇപ്പം ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് കയറി 1 മണിക്കൂറിൽ ബാംഗ്ലൂർ എത്തും. അവിടെ ലേ ഓവർ കഴിഞ്ഞ് എത്തും. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുക. എന്തായാലും ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് ഫുൾ ടൈം. അപ്പം നമുക്കിവിടെ നിന്ന് മെല്ലെ തിരിക്കാം. ഫൈനലി ബാക്ക് ഹോം. തിരിച്ചു വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 1 അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, കാരണം രാവിലെ അല്ലേ പോണത്. ഇപ്പം വന്നു. ഇപ്പോഴും കൊച്ചിയിൽ ആക്ച്വലി ഒരു തണുപ്പാണ്. ഒരു ഡിസംബറൊക്കെ ആയില്ലേ, ക്രിസ്മസ് ആയതിൻ്റെ ആയിരിക്കാം, ഒരു ചെറിയ തണുപ്പുണ്ട്. എനിക്ക് ഉറക്കവും വരണം, കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലേ ചെറുക്കൻ രാത്രി എത്തും. അത് നമ്മളിങ്ങനെ ഇവൻ എത്തിക്കാണോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിക്കാണോ എന്നിട്ട് 2 മണിക്കൊക്കെ ഇങ്ങനെ അറിഞ്ഞിരിക്കണേല്ലേ, പകുതി ബോധത്തിലിരിക്കണോണ്ടായിരിക്കും എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ 3:30 എണീറ്റു. അപ്പോൾ ഉറക്കം ശരിയായില്ല, ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ 11 മണിക്ക് അവനെ കൂട്ടാനും പോകണം. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചു. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു.
അത്രേ ഉള്ളൂ. ഇനി പറ്റുവാണെങ്കിൽ സാരി ഉടുത്തിട്ട് തന്നെ പോകണമെന്നാണ് എനിക്ക്. ഭർത്താവിനെ കാണാൻ പോവില്ലേ, പക്ഷേ ഇത് ഉടുത്തുകൊണ്ട് നിൽക്കണ്ടേ കുറച്ച് നേരം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് മനുഷ്യന് അല്ലേ. എന്തായാലും നോക്കാം. ഞാൻ ചെറിയൊരു ഒരു 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 പവർ നാപ്പ് എടുക്കാൻ പോവാം. ഞാനിത് ഇപ്പം കറക്റ്റ് 11:30 ആവാൻ പോകുന്നു. 12:30 ആകുമ്പോഴത്തേക്കും നന്ദുചേട്ടൻ എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് 40 മിനിറ്റ് ട്രാവലുണ്ട് എയർപോർട്ടിലേക്ക്. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ചോറ് ഇലക്ട്രിക് കുക്കറിലിട്ടിട്ട് കണ്ടോ, ഞാൻ കുക്ക് ചെയ്യുന്നത് എയർ ഫ്രയറിൽ ഒരു ചിക്കനും കൂടെ വെച്ചു. ഇതിൽ ചോറായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നന്ദുചേട്ടൻ കഴിക്കൂല. കുറ്റം കൊണ്ട് കാര്യമില്ല, കഴിക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഇവിടെ ഒരു ഫിഷ് ഇതേപോലെ എയർ ഫ്രൈയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എഗ്ഗ് ഉണ്ട്. പിന്നെ എന്താ പയറുണ്ട്. ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ എം എ ഗുഡ് ഗേൾ അല്ലേ? എൻ്റെ ഗുഡ് ഗേൾ തന്നെയാണല്ലേ. ഷോ, ഞാനൊരു പെർഫെക്റ്റ് വൈഫൊക്കെ ആവാൻ മാറി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതെനിക്കല്ലാണ്ട് വേറെ ആൾക്ക് തിന്നാൻ പറ്റത്തില്ല. സോ സാഡ്. പക്ഷെ അടുത്ത വർഷം ഞാൻ എന്തായാലും കുക്കിംഗ് പഠിക്കും ഗൈസ്. കാരണം എനിക്ക് കുക്കിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാത്തത്. എന്നെ ആരും ഇങ്ങനെ നിർബന്ധിക്കാറില്ല. എൻ്റെ വീട്ടിലാരും കുക്ക് ചെയ്യാൻ പറയില്ല, പപ്പാമ്മയും പറയത്തില്ല, ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം മുതൽ ഞാൻ കുക്കിങ്ങിലും കൂടെ കൈ മുദ്ര പതിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. 11:30 ആയി. 11:35 12:35 എത്തുന്നത്. ഞാൻ ഓടിച്ചെത്തുമ്പോഴത്തേക്കും സമയവും. സോ ലെറ്റ്സ് ഗോ. കം നന്ദുചേട്ടനെ കൂട്ടണ്ടേ? കം. വീണ്ടും നമ്മൾ കാണിച്ച സീനുകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ ബോട്ടിൽ, ഇപ്രാവശ്യം ബാഗില്ല, ക്യാമറ, വണ്ടിയുടെ കീ, ഫോണായിട്ട് നമ്മൾ എവിടെ പോകുന്നു? എയർപോർട്ടിൽ പോകുന്നു. നമ്മൾ നേരത്തെ എത്തിപ്പോയി. നമ്മൾ 12:35 ലാൻഡിങ്. നമ്മൾ എത്തിയത് നോക്ക് 12:16 ആയപ്പോൾ എത്തി. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യണോ, അകത്ത് കയറണോ? അകത്ത് ചിലപ്പോൾ പാർക്കിംഗ് കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ഇതിൽ പോവുകയാണെങ്കിൽ എറിഞ്ഞിടായിരുന്നു. എന്നിട്ട് ഇവിടെ ആൾ ഇറങ്ങാനുണ്ട് എന്നും പറഞ്ഞ് ഇവിടെ ഇറക്കായിരുന്നു. എയർ ഇന്ത്യ ആയതുകൊണ്ട് ഇറക്കിയും തരും. എന്ത് ചെയ്യണം? ചില സിറ്റുവേഷനിൽ ഞാൻ ഈ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഭയങ്കര വീക്കാണ് കേട്ടോ. എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ ചില കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ, ഭയങ്കര ചെറിയ കാര്യങ്ങളല്ലേ, പക്ഷെ ചെയ്യാൻ അറിഞ്ഞൂടാ. വേറെന്താ അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചിട്ട് ഇതുപോലെ നിനക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? എൻ്റെ ചില കാര്യങ്ങളൊക്കെ, വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഇപ്പം കൺഫ്യൂഷനായി എന്ത് ചെയ്യണം. ഭയങ്കര ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോൾ. അതൊരു തെറ്റൊന്നുമല്ല, അതൊരു കുറ്റം മാത്രമാണ്, നമ്മുടെ മാത്രം കുറ്റം. അപ്പം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നവർ വിചാരിക്കും നമ്മൾക്ക് അവരില്ലാണ്ട് പറ്റില്ല എന്ന്. പക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കരുത്. കാരണം അവരത് ചൂഷണം ചെയ്യും. ഭവാനി ഈ വ്ളോഗ് നന്ദു കാണൂലേ, അല്ലോ എന്നത് എഡിറ്റ് ചെയ്താളെ. സോ നമുക്ക് 20 വെളിയിൽ അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വെളിയിലെത്തി. നമ്മൾ ഓൾറെഡി നമ്മളിത് ഇവിടെ എത്തി. കുറച്ചുകൂടെ അടുത്ത് പാർക്ക് ചെയ്യാം അല്ലേ. സോ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റൂല. നോക്കാം, അല്ലെങ്കിൽ ഒരു റൗണ്ട് കൂടെ നമുക്ക് കറങ്ങി വരാം. ഹലോ, എത്തി എവിടെ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യണോ പുറത്ത്? കം ഫാസ്റ്റ്. ഓക്കെ ഗൈസ്, ദേ വരുന്നു. ഗൈസ് ദേ വരുന്നു. ബാക്ക് കയറുന്നേ? എന്തിനാ ബാക്ക് കയറുന്നേ? എന്റെ സീറ്റ് വെച്ച് കഴിഞ്ഞാ. ഹലോ അയ്യോ ഒന്നും കൊണ്ടുവന്നില്ല സിനു. അവിടെ ഒന്നും ഇല്ല വാങ്ങിക്കാൻ. ചെന്നൈയിൽ നിന്ന് കുറച്ച് ചൂട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഹോട്ട് ഹസ്ബൻഡ് കുറച്ച് ചൂട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ. അയ്യോ, ചിന്നു ചേച്ചി അന്വേഷിച്ച് കുറേ പേരുണ്ടെന്ന്. എല്ലാവർക്കും ചിന്നു ചേച്ചി എന്ത് ചെയ്യുന്ന? ചിന്നു ചേച്ചിനെ കൊണ്ടുപോകാതെ മലേഷ്യക്ക് പോയത് മോശമായി. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയാം. എല്ലാം പരിഹരിച്ചിട്ട്. ദമാമ ഫ്ലൈറ്റ് ആയിരുന്നു.
ഓ ദാമ. ദമാമ് ബാംഗ്ലൂർ കണക്ഷൻ ആയിരുന്നു. എൻ്റെ അമ്മേ ഫുള്ളും അല്ലേ നമ്മൾ റിയാദിൽ പോയിട്ട് കാണാത്തവര്. അതിൻ്റെ പിണക്കം. 2 ദിവസം കുഞ്ഞിനെ കണ്ടിട്ട് ഉമ്മച്ചാറ്റ നിനക്ക് ഉമ്മച്ചാറ്റ നിനക്ക്. എനിക്ക് അർജന്റ് ഒരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ എടാ നീ എത്തിയോ? നിക്കട്ടോ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഒരു 10 മിനിറ്റ് എന്റെ നമ്പറിലേക്ക് വിളിക്കോ? ഞാൻ വിളിക്കാം. നിക്ക് ഞാൻ വിളിച്ചു പോലെ ബാംഗ്ലൂർ നമ്പർ കാണുമ്പോ ഡെലിവറി ആന്ന് സാവാന്. ഉമ്മച്ചാറ്റ ഉമ്മ എന്ത് രസമാണ് ചേട്ടാ ഇവിടെ. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ അറൈവൽസ് കാണാൻ ഭയങ്കര രസമാണ് ചേട്ടാ. ഒരുപാട് പേര് സന്തോഷമാണ്. ഡിപ്പാച്ചറിൽ ഞാൻ നിൽക്കൂല, എനിക്ക് വിഷമാണ്. പണ്ട് അച്ഛനൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ കരയായിരുന്നു. അതുകൊണ്ട് ഡിപ്പാച്ചർ എനിക്ക് വിഷമാണ്. അറൈവൽസിൽ എന്ത് സന്തോഷാന്നറിയോ? മറ്റേ പേര് കുട്ടികളെ കാത്തിരിക്കുന്ന അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഹസ്ബൻഡിനെ കാത്തിരിക്കുന്ന മറ്റേ പൂച്ചൻ. എന്റെ അമ്മയെ കറക്റ്റ് ഞാൻ കേക്ക് ഹസ്ബൻഡിനെ മറ്റേ പൂച്ചണ്ടായിട്ട് ഇപ്പോഴത്തെ വീഡിയോസ്. ഇതാണ് ആര്യം ഗാനം. ഷാരൂഖ് ഖാന്റെ മോനാന്ന് തോന്നുന്നു. ആണോ? അങ്ങനെ എനിക്ക് ഓർക്കവരെ ഞാൻ ഇറങ്ങിയിട്ടില്ല. നീ നല്ല റീച്ച് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് ഈ റീൽസ്. നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നോ? ഞാൻ ആലോചിക്കുന്നത് നാളെ ഇനി വീണ്ടും പോണ്ടേ. നിന്റെ അടുത്ത് ഇവിടെ ക്യാമറ. അയ്യോ നല്ല രസമായിരുന്നു. അയ്യോ സാരി ഞാൻ ചുരിദാറെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മയെ ഞാൻ കണ്ടില്ല. നോക്കട്ടെ ഇതേതാ സാരി? നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ കൊടുത്ത അമ്പലത്തിൽ പോയി ഞാൻ ഗുഡ് ഗേളായി. നീ അല്ലെങ്കിൽ ഗുഡ് ഗേൾ. ചന്ദനമൊക്കെ ഇട്ട് കുലസ്ത്രീ. നേരെ കാർഗോയിലോട്ട് അടുത്ത കാർഗോയ്ക്ക് തന്നെ ടർക്കിക്ക് നിന്നെ അയക്കാതെ ഞാൻ പല്ല വന്നത്. അങ്ങനെ ഞാൻ തിരികെയാണ്. കേശുകൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ എടുത്തു വെച്ചതാ. രാവിലെ മുതലേ എടുത്തു ചേട്ടാ. അതെയാ? പറയട്ടെ. അപ്പം വീട്ടിൽ കാണാം. ബൈ. ഇനി ഞങ്ങൾ കുറച്ച് കൊഞ്ച് രഹസ്യം പറയട്ടെ. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ബാക്കി ഷൂട്ട് ചെയ്യാൻ മറന്നതല്ല. ഞാൻ നന്ദി ചേട്ടൻ എന്നെ രാത്രി പുറത്ത് കൊണ്ടുപോയി, പിന്നെ വിട്ടുപോയി. സോ ഇന്ന് നമ്മൾ, അതായത് ഇന്ന് രാത്രിയാണ് നമ്മൾ ടർക്കി പോകുന്നത്. രാത്രി 11:30 ഇവിടുന്ന് ഫ്ലൈറ്റ്. അതൊക്കെ ഞാൻ റെഡിയില്ല. എൻ്റെ ഏറ്റവും ലോങ് ഫ്ലൈറ്റ് 3 കണക്ഷൻ ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് കൊച്ചി ടു മുംബൈ, മുംബൈ ടു ഇസ്താൻബുൾ, ഇസ്താൻബുൾ ടു ടർക്കി ടു കപ്പഡോഷ്യ. അറിയില്ല, ഞാൻ മറ്റേ ഇങ്ങനെ പോണു. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് തേർമൽസ് എടുക്കണം. -degree ആണ് ടർക്കിയില്. ഇതെന്തോന്ന് സബ് ടൈറ്റിലാ? അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്. ഇതും കൂടെ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. പൈസക്കാരാ. അപ്പം നമ്മൾ ഇപ്പം ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഹാഫ് ഇന്നലത്തെ ദിവസം, ഹാഫ് ഇന്നത്തെ ദിവസം അല്ലേ? എന്നിട്ട് നമ്മൾ എന്നിട്ടൊന്നും ചെയ്യത്തില്ല. കുപ്പി കാണിച്ചില്ലല്ലോ. ഇതെനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഒരുപാട് ഫാൻസ് വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, ഓ ഇയാൾ മറ്റേ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീഡിയോസ് ഒന്നും ഇപ്പം കാണാറില്ലല്ലോ. ഞാൻ പറയും ഞാൻ ചെയ്യാത്തല്ല, ചേച്ചി ചെയ്യാത്തതാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ ആൾക്കാരൊന്ന് വെച്ചേ മലേഷ്യയിൽ ചിന്നുനെ കൂട്ടിയില്ല. കണ്ടവരും ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോയപ്പോൾ കണ്ടവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താ കൊണ്ടുവന്നത് മലേഷ്യയിൽ നിന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതെനിക്ക് പപ്പാമ്മ മലേഷ്യയിൽ നിന്ന് കൊണ്ടുതന്നതാണ്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ് നോ? അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കും. ചിലർക്കില്ലേ ചില കുപ്പി കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുതിയ കുപ്പിയൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കും. ഞാൻ ആ കൈൻഡ് ഓഫ് ആളാണ്. അപ്പോൾ അതെ നമുക്ക് വേണ്ടി കയറാം. ഓക്കെ ഗായ്സ്, ഇപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിക്കാത്തലോണിൽ പോയിട്ട് നല്ല പൈസയുടെ ഡിക്കാത്തലോൺ ഏകദേശം ഒരു 46,000 രൂപയുടെ ഡ്രസ്സ് എടുത്തു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പരിപാടിയൊക്കെ ഇത്രയും കോസ്റ്റ്ലിയാണ്. അതായത് നമ്മുടെ ഈ തേർമൽസ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്ത തേർമൽസ്, ജാക്കറ്റ്സ്, അതിന്റെ പേരുകൾ കുറേ ഉണ്ട്. ടേംസ് ഉണ്ട് കേട്ടോ, നമുക്കിത് അറിയത്തില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ക്ലൈമറ്റ് ഇല്ല. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ചു. എന്താണ് എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നു. അപ്പം
അതൊക്കെ മേടിച്ചു. അവിടെ നിന്ന് ഈ ക്യാപ്പ് ഞാൻ മേടിച്ചു 399 രൂപ. കൊള്ളൂലേ? നല്ല രസമില്ലേ? കളർഫുൾ അല്ലേ? കുട്ടികളുടെ കിഡ് സെക്ഷനിൽ നിന്ന്. അത് കിഡ് സെക്ഷനിൽ നിന്ന് അവർ പറഞ്ഞു മേഡത്തിനാവുമോന്ന് പറഞ്ഞു. ഞാൻ പറ്റി നോക്കുമ്പോൾ എനിക്ക് ലൂസ്. അങ്ങനെ ഇതും എടുത്ത് നമ്മളിനി വാങ്ങിച്ച കവർ മൊത്തം ഡിക്കിയിൽ ഇങ്ങനെ പെറ്റുപെരുകി കിടക്കുകയാണ്. അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ യൂണിമണി പോവാണ്. നമുക്ക് പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ കറൻസി എത്ര ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുകയെന്ന് ചേട്ടാ. 50,000 രൂപയൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു 50,000 രൂപ, നമ്മുടെ ഇന്ത്യൻ മണി ഒരു 50,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഏകദേശം നേരെ പകുതി ഒരു 25,000 രൂപ വരും. ലിറ എന്നാണ് പേര്, ടർക്കിഷ് ലിറ. സോ അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇദ്ദേഹത്തിന് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇദ്ദേഹം മറ്റേ ഇനിയിപ്പോൾ നോക്കി ഒരു ബാഗും തൂക്കി എൻ്റെ കൂടെ വരികയല്ലാതെ ചിന്നു ഇടത്തോട്ട് കിടക്കുക ഇടത്തോട്ട് പോകും. അല്ലാതെ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ധാരണപ്പെടാതിരിക്കുന്നതാണ് നല്ല ഒരു കണക്കിന്. സോ അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എപ്പോഴും ചെയ്യാറുള്ളത്, എപ്പോഴല്ല കഴിഞ്ഞ ഒരു 2 യാത്രയായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായിട്ടുള്ള പരിപാടി ഫോറക്സ് കാർഡിലോട്ട്. നിങ്ങൾക്കൊരു ഫോറക്സ് കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിലോട്ട് അവിടുത്തെ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ കറൻസി ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ചാർജസും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ കാശ് ഒരുപാട് ബാക്കി വന്നുവെങ്കിൽ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. സോ ഞാൻ യൂണിമണിയാണ് ഇപ്പം യൂഷ്വലി ചെയ്യാറുള്ളത്. ലാസ്റ്റ് ടൈം മലേഷ്യയൊക്കെ പോയപ്പോഴത്തേക്ക് യൂണിമണി ആയതാണ്. നമ്മളിപ്പോൾ യൂണിമണി പോയിട്ട് ഈ പറഞ്ഞ പോലെ ലിറ ഇതിലോട്ട് ലോഡ് ചെയ്യും. സോ അപ്പം അവിടെ എല്ലായിടത്തും കാർഡ് അക്സെപ്റ്റബിൾ ആയിരിക്കും. അതിൽ ചെറിയ പൈസ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കയ്യിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 5,000 രൂപയോ 10,000 രൂപയെല്ലാം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം കാർഡ് ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ലിറ മാറ്റാനായിട്ട് യൂണിമണിയിലോട്ട് പോകാം. ഷോപ്പിംഗ് ഇല്ല ഇത്തവണ. ടർക്കിയിൽ നമ്മൾ ഒരു ഷോപ്പിംഗും ഇല്ല. ടർക്കി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. ടർക്കി കോഴി കൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത് അവിടെ നല്ല ഭക്ഷണം കഴിക്കും. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. പ്ലസ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഫുഡ് തന്നെയാണ് മെയിൻ. കഴിഞ്ഞ പ്രാവശ്യം സൗദി പോകുമ്പോൾ നന്ദിച്ചേട്ടൻ പറഞ്ഞു ഇതേപോലെ ചിന്നു നമ്മൾ അധികം ഇതൊന്നും ചേട്ടാ നമ്മളൊരു സാധനം മേടിക്കില്ല എന്ന് പറഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഞാനുണ്ട് ആദ്യം നന്ദിച്ചേട്ടൻ എന്നെ ഇറങ്ങി കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ നന്ദിച്ചേട്ടനല്ലേ പറഞ്ഞത് നമ്മൾ അധികം ഒന്നും മേടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ മേടിക്കണം, അത് കുഴപ്പമില്ല ചിന്നു, ഇതിലൊക്കെ ഇല്ലെങ്കിൽ എന്താണ് ലൈഫ്, നീ ഇഷ്ടമുള്ളത് മേടിച്ചെന്ന് പറഞ്ഞ് വലിയൊരു ബില്ല്. ഞാൻ പ്രതീക്ഷ പോലെ ബഡ്ജറ്റ് ആയില്ല. അപ്പോൾ പിന്നെ ബാക്കി എല്ലാം സ്പെൻഡ് ചെയ്യാന്ന് കരുതിയിട്ട് സ്പെൻഡ് ചെയ്തത് അല്ലേ. എനിക്കറിയില്ല, എന്റെ അടുത്ത് ഇത്ര പറഞ്ഞുള്ളൂ. ഞാൻ പിന്നെ മറ്റേത് ഈശ്വര ഫ്രിഡ്ജ് TV യൂണിമണിയിലോട്ട് പോകാം. കറൻസി കാണിച്ചല്ലോ നമ്മൾ അവിടുത്തെ. കാണാൻ പറ്റത്തില്ലല്ലോ, ഞാൻ കാർഡിലോട്ടല്ലേ ലോഡ് ചെയ്യും. എന്താ കറൻസിയുടെ പേര്? ലിറ, ടർക്കിഷ് ലിറ. ഓക്കെ, ഇങ്ങനെ കുറച്ച് പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 50 യൂറോ ഉണ്ട്. പക്ഷെ നമ്മുടെ 5,000 രൂപയായി. അതെ, ഇവരുടെ 10 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം 1,050 രൂപയൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് 50 യൂറോ ഉണ്ട്. അത് ഏകദേശം നമ്മുടെ 5,000 രൂപ. സോ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ടർക്കി ചെന്നിട്ട് ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് ഇത് മാറ്റി ലീറയാക്കിയിട്ട് നമ്മൾ കയ്യിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നു ഈ 10,000 രൂപ ലിറ വരുമായിരിക്കും ഇതിൽ. യൂറോ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും 10,000 ലിറ വരേണ്ടതാണ്. അപ്പം ഇത് എന്തെങ്കിലും അവിടുത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് എവിടെയെങ്കിലും പൈസ കൊടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഈ യൂറോ. ലിറ ഞാൻ അക്കൗണ്ടിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ നിയമം തെറ്റിക്കൂല, നീ ചെല്ല്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു, പാക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നു അല്ലേ. ഫ്ലൈറ്റിന് രാത്രി 11:55 ഇൻഡിഗോയാണ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ യൂറോസ്. സോ ദിസ് ഈസ് ബേസിക്കലി 20, 40, 50 യൂറോ. ഓക്കെ, നമ്മളിത് അതും കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു, കുറേ പരിപാടി ഉണ്ടായിരുന്നു. യൂണിമണി പോയി നമ്മൾ കാണിച്ചത് അത് നന്ദു ചേട്ടാ, ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ ഡിക്കത്തിലൊന്ന് മേടിച്ചത്. അത് തെർമൽസ്, പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്യണ സമയത്ത് കേട്ടോ. ഇനി വൈകുന്നേരം പാക്കിങ് തുടങ്ങും. അപ്പം വാങ്ങും ചേട്ടാ, എടുക്ക്. നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് എയർപോർട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ഇതൊരു 3-4 ഡ്രസ്സ് വെറുതെ സവേനേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് പോയിട്ട് നമ്മൾ എടുത്തു കേട്ടോ. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ജാക്കറ്റാണ് തൂർത്തി കയറ്റിയേക്ക. ദെൻ എന്റെ മങ്കി ക്യാപ്പ് അല്ലടോ, ഇതിനൊരു പേരുണ്ട്. നമ്മളൊന്ന് പറഞ്ഞു തന്നല്ലോ ഇതിന്റെ പേര്. ബീനിയ അല്ല, ഇതിനൊരു അപ്പം വാട്ട് എവർ ഇത്
പിന്നെ നന്ദുചേട്ടൻ്റെ പേര് കണ്ടുപിടിക്കേ. പിന്നെ ഇത് നമ്മുടെ ചെവി അടയുന്നതിന് ഇങ്ങനെ ഇങ്ങനെ വെക്കാനുള്ള സാധനം. അതിനൊരു പേരുണ്ട്. പേരിൽ എന്തിരിക്കുന്നു? എന്റെ ഇത് നെക്കിലിടുന്നത്. ഇത് നെക്കിലിടുന്നത് എനിക്കുണ്ട്. ഇത് ഗ്ലൗവിന്റെ അകത്തിടുന്ന. ഇതില് വിഷമകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മഞ്ഞ് പെയ്യുന്നില്ല എന്നാണ് കേൾക്കുന്നത്. മഴ മാത്രമേ ഉള്ളൂ. മഞ്ഞ് പെയ്തില്ലെങ്കിൽ ഊതി പെയ്പ്പിച്ചോണം. അത് നമുക്ക് സാനിയോട് പറയാം. വൈൻ ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. അത് പറഞ്ഞോ? വൈൻ ട്രാവലിന്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. വൈൻ ട്രാവലാണ് ഞങ്ങളെ ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ട് ടർക്കിയിലോട്ട് എത്തിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് കൊച്ചി ടു മുംബൈ ടു ഇസ്താൻബുൾ ടു വൈകുന്നേരം കപ്പഡോഷ്യ. ഇത്രയും ഫ്ലൈറ്റ് പോയിട്ടുണ്ട് നമ്മുടെ. എന്റെയും സന്തോഷയുടെ ലൈഫിൽ ഏറ്റവും ലോങ് ഫ്ലൈറ്റ് ഇതാണ്. ഇത് ലൈനേഴ്സ് ആദ്യം ഇതിടണം, എന്നിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ ഇതിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇങ്ങനെ ഇടണം. അയ്യോ ഇതൊക്കെ ഇട്ടുണ്ട് ചക്ക കുടിച്ച് ചത്തരെ. ഇത് തേർമൽസ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈ ഐറ്റം ഇല്ലെങ്കിൽ അല്ലേ? അതെ, ബേസ് ലെയർ ബോട്ടം. അതെ, ഇതാണ് മെയിൻ ഐറ്റം. നമ്മളെ ചൂടായിട്ട് വെക്കാൻ പോകുന്നത് ഈ തെർമൽസ് ആണ്. ചൂടായിരിക്കും. ഇത് ഭയങ്കരമായിട്ട് ബോഡിയായിട്ട് ഒത്തുചേർന്ന്. അതെ, അകത്ത് നമ്മൾ കുറച്ച് തെർമൽസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്നോ പാന്റ് ആണ്, അതായത് വെള്ളം ബാക്കിയായി കഴിഞ്ഞാലും ഒന്നും ആവൂല. പിന്നെ സോക്സ്, ഇത് സ്പെഷ്യൽ സ്നോ ഷൂസ്. ഇതെന്റെ ജാക്കറ്റ്. എന്റെ ജാക്കറ്റ് ഒളിപ്പിച്ച് വെച്ച്. അല്ല എന്റെ അല്ല ജാക്കറ്റ്. അപ്പൊ ഇതെന്താ മെയിൻ? അത് വലിയ ജാക്കറ്റ്. അങ്ങനെയാണോ പറയുന്നത്? എനിക്ക് അറിഞ്ഞോളാം. ബുക്സ് ഒക്കെ ഉണ്ട്. അതിന്റെ തെർമൽസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മള് വാങ്ങിച്ചത്. തെർമലിന്റെ മറ്റേ ഇതാ ടോപ്പ്. ഇതല്ല തെർമലിന്റെ ടോപ്പ്. ഇത് വേറെന്തല്ലേ? ഇതന്നല്ലേ തെർമൽ? അതെ, എന്റെ ഇതുവരെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട്. ഇത് എന്റെ തെർമൽസ്. യെസ് കറക്റ്റ്. ഇതാ തെർമൽ. ഇതാണ് തെർമൽ. ഇതാണ് എന്റെ തെർമൽ. അതേനല്ലേ? സെയിം. സെയിം അതന്നെ. തെർമൽസ് ഭയങ്കര ഇതായിരിക്കും, ഫിറ്റ് ആയിരിക്കും. അതെ അതെ, ലെഗിങ്സ് ഒക്കെ പോലെ ഫിറ്റ് ആയിട്ടുള്ളതാണ്. ലെഗിങ്സ് നമ്മള് ബോട്ടം ഇടൂല. പിന്നെ മെയിൻ ആയിട്ട് ഇതാണ്. അത് എന്റെ ഇതാ. എന്റെ വൈറ്റ് ആണ്. എന്റെ പിങ്ക്. നമുക്ക് തുറന്നു ഡെക്കാത്തലോണിൽ നിന്നായതുകൊണ്ട് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റമാണ്. സെവനേന്ന് 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഏറെ കളയുന്ന ഒരു മെഷീൻ ഉണ്ട് നമുക്ക്. രണ്ടാമത്തെ പാന്റ്. ഇത്രയുണ്ട് നമ്മുടെ കോസ്റ്റ്യൂംസ്. ഇനി അപ്പോൾ അധികം സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതുണ്ടായിരുന്നു. അത് ഇത് സ്നോ പാന്റ്. അതെ, പക്ഷെ സ്നോ ഇല്ലെന്നാണ് പറയുന്നത് ഗൈസ്. റെയിൻ പാന്റ് ആക്കേണ്ടി വരും. അത് ലൈനേഴ്സ് ചേട്ടാ. ഞങ്ങള് രണ്ടുപേരും ഇനിയും സാധനങ്ങളുണ്ട്. ഇത് ഗ്ലൗവിന്റെ അടിയിൽ ഇടുന്ന സാധനം. ലൈനേഴ്സ് കറക്റ്റ്. ഇത് മാത്രമേ പേര് പഠിച്ചു. ഗ്ലൗ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള വൂളൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. മെയിൻ 2 ജാക്കറ്റ് ഉണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഒരു ക്യാപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അതെടുത്ത് തന്നെ അത് കാണിച്ചു തരാം. ഇത് നന്ദുചേട്ടന്റെ കച്ചേരി എടുത്ത് നമ്മുടെ. ബേസിക്കലി എന്താ അറിയോ, ഇതെന്റെ മെയിൻ ജാക്കറ്റ് അല്ലേ അല്ലേ? ഇതല്ല ഞാൻ എടുക്കണേ. ഞാൻ എടുക്കേണ്ട സ്വെറ്ററാണ്. ഐ മീൻ ആ ഒരു ഇത് അകത്ത് വെച്ചിട്ട് പൂടപ്പട്ടീനെ പോലെ പൂട ഒഴികെ ബാക്കി പട്ടിയാണ് മനുഷ്യരെക്കാൾ നല്ലത്. നെയ്തോ കഥയും ഞാൻ വായിച്ചു. അതെ, സോ അതിന്റെ കൂടെ പാക്കിങ് നമ്മൾ റെഡി ആയിട്ട് പെട്ടെന്ന്